So hey guys, welcome back to the video. So നമ്മുടെ ഫോട്ടോസിനകത്ത് എങ്ങനെയാണ് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ സൺലൈറ്റ് കൊണ്ടുവന്ന് ആൻഡ് അതുപോലെ തന്നെ കളർ ഗ്രേഡ് എടുത്തതെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാണ്ട് പോകുന്നത്. സോ മെയിൻലി 3 ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ LD, ലൈറ്റ്റൂം അതുപോലെ തന്നെ പിക്സാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സൺലൈറ്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നതാണ് അത് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നാമത്തെ മിനിറ്റിലൂടെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം അവിടെയാണ് നമ്മുടെ ആ ഒരു സൺലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ പിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ താഴെ കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മുടെ പിക്കിൻ്റെ ഭംഗിയെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ അത് റിമൂവ് ആക്കാണ്ട് പോവാണ്. സോ അതിന് വേണ്ടി പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ആക്കേണ്ട പിക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം നിങ്ങൾക്ക് റിമൂവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിനകത്ത് കാണാനായിട്ട് പറ്റും. സോ അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിമൂവ് ആക്കേണ്ട ഭാഗം റിമൂവ് ആക്കാവുന്നതാണ്. ആൻഡ് ഇവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഭാഗം റിമൂവ് ആവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റിമൂവ് ആക്കാം. സോ ഇപ്പോൾ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് കാര്യങ്ങൾ സേവ് ചെയ്യുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ LD ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലെൻസ് ഡിസോർഷൻ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആ ഒരു ഇമേജ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നിങ്ങൾ അതെടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് റൈറ്റോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ലൈറ്റ് വോളിയത്തിനകത്ത് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ഈ ഒരു സംഭവം ചൂസ് ചെയ്യേണ്ടത്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു റേ എഫക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഏത് സൈഡിൽ നിന്ന് വരണം അല്ലെങ്കിൽ ഏത് ഇലയുടെ ഇടയിൽ കൂടെ വരണമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേൻ്റെ ബ്രൈറ്റ്നസ്, ലെങ്ത്ത്, ടെക്സ്ചർ എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് എക്സ്പോർട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമേജ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ പ്രീമിയം അല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക. ആൻഡ് അതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഗൈസ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പിക്കിനകത്ത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് കൊടുത്തിട്ടുള്ള സെറ്റിങ്സ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. സോ ആ ഒരു എഫക്ട്സ് നിങ്ങളുടെ ഫോട്ടോസിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടിലുമായിട്ട് പക്ക കളറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കാര്യം കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഇതിനകത്ത് ഒരു പ്രീസെറ്റായിട്ടാണ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല, കാരണം ഞാൻ അതിന് ക്രിയേറ്റ് ചെയ്തൊരു പ്രീസെറ്റാണ്. സോ നിങ്ങളിവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എഫക്ട്സ് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാര്യങ്ങളിൽ സേവ് ചെയ്യാവുന്നതാണ്. സോ എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ സൺലൈറ്റും അതുപോലെ തന്നെ കളർ ഗ്രേഡ് കാര്യങ്ങൾ നമ്മുടെ ഫോണിനകത്ത് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തായിട്ട് എന്ത് കണ്ടന്റാണ് വേണമെന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കിടിലമായിട്ടുള്ള വേറെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.